7 ദിവസം കൊണ്ട് 1710 അറസ്റ്റ്. ഓപ്പറേഷൻ തൂഫാനായി ശ്രീ രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും. ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴെ ഒരു മാസം 1300 അറസ്റ്റ് എന്ന കണക്കിലായിരുന്നു. ഒരാഴ്ച 1700 കേസുകളിലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ സൂപ്പർ ആഭ്യന്തരമന്ത്രിയായി മാറുന്നു. ഓപ്പറേഷൻ തൂഫാന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും കൈയടിക്കുന്നു. ഇടതും വലതും മധ്യവും ഒക്കെ കൈയടിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് അഭിമാനവും സന്തോഷം തോന്നും. കാരണം നമ്മുടെ മക്കൾ വളരേണ്ട നാടാണ്, അവരുടെ കൊച്ചുമക്കൾ വളരേണ്ട നാടാണ്. കേരളത്തിന് ലഹരി മാഫിയയുടെ ഒരു പ്രശ്നമുണ്ട്. ആ ലഹരി മാഫിയയുടെ നട്ടല്ലൊടിച്ച് തകർത്തുകൊണ്ട് അത് മുമ്പോട്ട് പോകുന്നു. അത് വളരെ സ്വാഗതാർഹവുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ ലാലേട്ടന്റെ ഭാഷയിൽ പറയാം. ഇവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഈ ഡയലോഗ് ഓർമ്മ കാണും. നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അതായത് ഒരു കാരണവശാലും ന്യായീകരണമില്ലാത്തതാണ്. ഞാൻ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറയാം. സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ സിഗരറ്റ് വലി, മദ്യപാനം എന്നതിനപ്പുറം നമ്മുടെ തലച്ചോറിൽ തുള വീഴുന്ന, തലച്ചോറിൽ അപകടമുണ്ടാക്കുന്ന, ഒരാളുടെ ജീവനും സ്വത്തും ആയുസ്സും ആരോഗ്യവും എല്ലാം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്. ഒരു കാരണവശാലും നമ്മൾ തുടരുത്. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് സമുദായക്കാരനാണെങ്കിലും അത് തുടരുത്. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് അടിച്ചൊതുക്കുക തന്നെ വേണം. ആ ലഹരി മാഫിയയെ അടിച്ചൊതുക്കാൻ രമേശ് ചെന്നിത്തലാജി കാണിക്കുന്ന ആർജവം, ഊർജം എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന മന്ത്രിമാർ വേണം ഇതേപോലെ. എല്ലാ ആദരവും പറഞ്ഞോട്ടെ, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിൽ ഏറ്റവും മോശം ആഭ്യന്തരമായിരുന്നു. ബാക്കിയുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കാൻ, എന്നെ അടക്കം കള്ളക്കേസിൽ കൊടുക്കാനും, രാഹുൽ മാങ്കൂട്ടത്തിലെ കള്ളക്കേസിൽ കൊടുക്കാനും, ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കാനും ഒക്കെയായിരുന്നു താല്പര്യം. ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതും വൈറലായി പോയിരുന്നു. എൻ്റെ കാരണം ജനങ്ങൾ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ മികച്ച വകുപ്പാണ്. ആ പോലീസ് വകുപ്പിനെ വേണ്ട രീതിയിൽ ചലിപ്പിക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ഇന്ന് മാതൃഭൂമിയിൽ വന്ന രസകരമായ റിപ്പോർട്ടാണ്. ലഹരി മാഫിയയുടെ നട്ടല്ലൊടിച്ച് ഓപ്പറേഷൻ തൂഫാൻ. ഒരാഴ്ച പിന്നിടുമ്പോൾ അറസ്റ്റായത് 1710 പേരാണ്. ഇതുവരെയായി 1886 ലഹരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. പിണറായി ഗവൺമെന്റ് നാലിരട്ടി കൈയടിക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള ഈ കണക്ക്, അതിന്റെ വിശദാംശങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും പങ്കുവയ്ക്കുന്നത്? രതീഷ്, സംസ്ഥാനം ഒട്ടാകെ ലഹരിയിൽ നിന്ന് മുക്തമാവുക, പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാർത്ഥികൾ, വിദ്യാലയങ്ങൾ ഒക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ഉടൻ തന്നെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. സ്കൂൾ തുറന്നതിന്റെ പിറ്റേ കോട്ടൺ ഹിൽ സ്കൂളിൽ, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇന്നലെ ഒരാഴ്ച പൂർത്തിയായി. ഈ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ മൊത്തം 1710 പേരാണ് ഈ മയക്കുമരുന്ന് കേസുകളിലായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. മൊത്തം 1586 മയക്കുമരുന്ന് കേസുകൾ, ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1 കിലോ 185 ഗ്രാം MDMA ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിന്നൊട്ടാകെ പിടിച്ചെടുത്തിട്ടുണ്ട്. 12 കിലോ കഞ്ചാവാണ് ഈ റെയ്ഡിന്റെ ഭാഗമായി ഈ ഒരാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. അതിനൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ചില ലഹരി വേട്ടകൾ. ഒന്ന്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു ടെക്കി 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT ജീവനക്കാരന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ചെടികൾ വളർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് ഓപ്പറേഷൻ തൂഫാൻ. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ 30 പെട്ടികളിലായി ബ്രൗൺ ഷുഗർ കടത്തിയത് പിടികൂടി. അതിനൊപ്പം തന്നെ നൈജീരിയൻ സ്വദേശികൾ, ഒരാളെ ബംഗളൂരുവിൽ പോയി അറസ്റ്റ് ചെയ്തു, മറ്റൊരാളെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അറസ്റ്റുകളും റെയ്ഡുകളുമായി ആണ് നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മയക്കുമരുന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്ന സോഴ്സുകളെ അത് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമാണ് എന്ന് തന്നെ പറയാം. വലിയ അറസ്റ്റും അത്രയധികം ലഹരി കേസുകളുമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1710 പേരാണ് ഒരാഴ്ചക്കിടയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി, ലഹരി വേട്ടയുടെ ഭാഗമായി പോലീസിന്റെ പിടിയിലായത്.
ഇത് മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്ന സന്തോഷമാണ്. നമുക്ക് വിവാദങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾക്ക് രണ്ട് പക്ഷമില്ല. അതായത് നമ്മൾ യൂഷ്വലി തർക്കങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കും. പക്ഷേ നമ്മുടെ മക്കളുടെ ഭാവിയാണ്, ഈ നാടിൻ്റെ ഭാവിയാണ്. കേരളത്തിന് ലഹരിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് എത്ര പറഞ്ഞാലും നമ്മുടെ ചില യുവാക്കൾക്ക് തലയിൽ കയറില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിശക്തമായി പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം. പേടിയുണ്ടാകണം. നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കളൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഞാൻ അവരോട് പറയാറുണ്ട്, സിഗരറ്റ് വലി തെറ്റാണെങ്കിലും സിഗരറ്റ് വലിയും മദ്യപാനവും ഒക്കെ പിന്നെയും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ഡ്രഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതും നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തണം, അത് സംശയമൊന്നുമില്ല. സിഗരറ്റ് വലിയും നിർത്തണം, മദ്യപാനവും നിർത്തണം. പക്ഷേ ലഹരി മറ്റൊരു ലെവലാണ്. ക്വസ്റ്റ്യൻ പോലും ഇല്ല. സിഗരറ്റ് വലിക്കണോ വേണ്ടയോ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, മദ്യപിക്കണോ വേണ്ടയോ, സോഷ്യൽ ഡ്രിങ്കിങ് ആകാമോ വേണ്ടോ എന്ന് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ലഹരി നോ ആണ്. നമ്മുടെ സ്കൂൾ കൊച്ചു കുട്ടികളെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര കൈയടിച്ചാലും മതിയാകില്ല. ആ ഓപ്പറേഷൻ തൂഫാൻ സൂപ്പറായി പോട്ടെ, ക്ലീനപ്പ് ചെയ്യണം. രമേശ് ചെന്നിത്തലാജിയുടെ ഈ കാലം കൊണ്ട് കേരളത്തിൽ ഇനിയും തിരിച്ചു വരാത്ത രീതിയിൽ ഈ നാർക്കോട്ടിക്സ് ലഹരി മാഫിയയെ ഇല്ലാതാക്കണം. അതിന് രമേശ് ചെന്നിത്തലാജിക്ക് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈയടിക്കണം, അഭിനന്ദിക്കണം. ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. രമേശ് ചെന്നിത്തലാജി ഏറ്റവും മികച്ച രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിനും സല്യൂട്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനും സല്യൂട്ട്.